أعوذ بالله السميع العليم من الشيطان الرجيم إن مع العسر يسرا സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധികളും വിലക്കുകളും ജീവിതത്തിൽ സൂക്ഷിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് കുറെ കൂടി ജീവിതത്തെ ചിട്ടപ്പെടുത്തണം, നന്നാക്കിയെടുക്കണം എന്ന് എന്നോടും പിന്നെ നിങ്ങളോടും ഉപദേശിക്കുന്നു. ഉമർ ബിൻ ഖത്താബിന്റെ മകൻ അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹുമ മദീനത്തെ പള്ളിയിൽ ഒരിക്കെ ഇഅ്തികാഫിലിരിക്കുകയാണ് റമളാനിൽ. ആ സന്ദർഭത്തിൽ പുറമെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തെ പുറത്തേക്ക് ക്ഷണിക്കുകയാണ്. ഇഅ്തികാഫ് മുറിച്ച് ഇറങ്ങിപ്പോവാൻ മുതിരുന്ന അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹുവിനോട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇപ്പം ഗൗരവത്തിൽ. എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? റമളാനിൻ്റെ അവസാനത്തെ പത്തിൽ മസ്ജിദുൻ നബവിയിൽ പ്രവാചകന്റെ ഈ പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്നാലുണ്ടാകാവുന്ന പുണ്യത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നതൊക്കെയും നിങ്ങൾ മറന്നുപോയോ? അദ്ദേഹം ശാന്തനായി പറഞ്ഞു, ഈ ഖബറിൽ കിടക്കുന്ന ഈ ഖബറിന്റെ അവകാശിയായ അത്രയും പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ടമിടറിപ്പോയി എന്ന് കിതാബുകളിൽ കാണും. നമ്മളോട് പറഞ്ഞു വെച്ച ഒരു സംഗതി ഞാൻ മറന്നിട്ടില്ല, പക്ഷെ നിങ്ങളത് മറന്നുപോയിട്ടുണ്ട്. ഒരാൾ പ്രവാചകന്റെ അടുത്തൊരു ദിവസം വന്നു, എന്നിട്ട് 2 ചോദ്യം ചോദിച്ചു. അയ്യുന്നാസ് അഹബ്ബു ഇലല്ലാഹ് എന്നായിരുന്നു ആദ്യത്തെ ക്വസ്റ്റ്യൻ. ജനങ്ങളിൽ അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ടത് ആരെയാണ്? ഉത്തരം അൻഫഉഹും ലിന്നാസ്. ജനങ്ങൾക്ക് ഏറെ ഉപകാരം കിട്ടുന്നത് ആരിൽ നിന്നാണോ അയാളെയാണ്. മറ്റുള്ള ആളുകൾക്ക് കൂടുതൽ ഉപകാരം ആരിൽ നിന്ന് കിട്ടുന്നു അയാളെയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അയ്യുൽ അഅ്മാൽ അഹബ്ബു ഇലല്ലാഹ്. ഏത് അമലാണ് അള്ളാഹ്ക്ക് ഏറെ പ്രിയപ്പെട്ടത്? അഹബ്ബ് ആയത്, ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അള്ളാഹുവിനേറെ സ്നേഹമുള്ളത്. സുറൂറുൻ തുദ്ഖിലുഹു അലാ ഖൽബി മുസ്ലിം എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ മറുപടി പറയും. അതൊരാളുടെ മനസ്സിലേക്ക് സംക്രമിപ്പിക്കാവുന്ന സന്തോഷമാണെന്ന്, മറ്റുള്ള ഒരാളുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കാവുന്ന സന്തോഷത്തെക്കാൾ വലിയ ഒരു കാര്യവും അള്ളാഹുവിന് പ്രിയപ്പെട്ടതായിട്ടില്ല. എന്നിട്ട് ആ ഹദീസിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഔ തക്ഷിഫു അൻഹു കുർബത്തൻ. ജീവിതത്തിൽ വരുന്ന ക്ലേശങ്ങൾ, ഇടങ്ങേറുകൾ, പ്രയാസങ്ങൾ, മനപ്രയാസങ്ങൾ, കഷ്ടതകൾ അത് നീക്കിക്കൊടുത്തുകൊണ്ടോ, ഔ തഖ്ലി അൻഹു ദൈനൻ, അല്ലെങ്കിൽ അയാളുടെ ഏതെങ്കിലും ഒരു കടം വീട്ടിക്കൊണ്ടോ, ഔ തത്റുദ് അൻഹു ജൂഅൻ, അയാളുടെ വിശപ്പകറ്റിക്കൊണ്ടോ. ഈ ഒന്ന് വിളിച്ച സഹോദരൻ അദ്ദേഹത്തിന്റെ കടവുമായി ബന്ധപ്പെട്ട സംഗതികളാണ് അബ്ദുള്ള റളിയല്ലാഹു തആല എന്നോട് പറയുന്നത്. അതിന്റെ പരിഹാരത്തിന് വേണ്ടി ഇറങ്ങി വരണമെന്നാ പറയുന്നത്. സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ അന്ന് പറഞ്ഞ ആയത്തിൽ, ഹദീസിൽ ഇങ്ങനെ കൂടിയുണ്ട് വചനത്തിൽ എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഏതാണ് വാക്ക് എന്നറിയോ? വല അൻ അംശി മാ അഖില്ലി ഫീ ഹാജത്തിൻ അഹബ്ബു ഇലയ്യ മിൻ അൻ അഅ്തഖിഫ ഫീ ഹാദൽ മസ്ജിദി ശഹ്റൻ. ഒരു മാസക്കാലം ഈ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടത്, അള്ളാഹുവിന്റെ പ്രവാചകന് പ്രിയപ്പെട്ടത്, എൻ്റെ ഒരു സഹോദരന് വേണ്ടി, അയാളുടെ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഈ അങ്ങാടിയിൽ ഇറങ്ങി നടക്കലാണ്, അല്ലെങ്കിൽ ഈ ഭൂമിയിലൂടെ നടന്നു പോകലാണ്. അത്രമേൽ പ്രിയപ്പെട്ട, അള്ളാഹുവിന് പ്രിയപ്പെട്ട, അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രിയപ്പെട്ടതായി പഠിപ്പിച്ച വളരെ വലിയ ഒരു ഏരിയ മനുഷ്യന്റെ മനസ്സിൽ വിഷമങ്ങളും ആവശ്യങ്ങളും കഷ്ടതകളും കഷ്ടപ്പാടുകളും ഉണ്ടാകുന്ന സന്ദർഭങ്ങളിലാണ്. അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തിയിട്ട് വിഷമിക്കുന്ന മനസ്സുകൾക്ക് ഒരു ആശ്വാസമായി മാറുന്ന പ്രക്രിയയാണ് അള്ളാഹുവിന്റെ മതം ഇത്രമേൽ പ്രോത്സാഹിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെയും സുഖാഡംബരങ്ങളിൽ മാത്രം ജീവിക്കാൻ വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ടാവില്ല, കഷ്ടപ്പെടുത്താൻ വേണ്ടി മാത്രവും സൃഷ്ടിച്ചിട്ടുണ്ടാവില്ല.
നമുക്കൊക്കെയും പരീക്ഷണമെന്നോണം ഇത് രണ്ടും ജീവിതത്തിൽ മാറി മാറി വരികയും അല്ലെങ്കിൽ രണ്ടും അനുഭവിക്കുന്ന ആളുകളെ നമുക്ക് മുമ്പിൽ ജീവിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ് യാഥാർത്ഥ്യം. രണ്ടും പരീക്ഷണമാണ്. ഇന്ന മഅൽ ഉസ്രി യുസ്റൻ, ഞെരുക്കത്തോടൊപ്പം എന്തായാലും എളുപ്പമുണ്ട് എന്ന് അള്ളാഹുവിന്റെ കിതാബ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ ധാരാളം ആയത്തുകളിൽ ഈ പരീക്ഷണങ്ങളെ കുറിച്ചും ജീവിതത്തിൽ അങ്ങനെ വരുമ്പോണ്ടാകും എങ്ങനെ നേരിടണമെന്നതിനെ കുറിച്ചും നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ഒരുപാട് ആയത്തുകളിൽ പരാമർശിക്കുന്നുണ്ട്. സൃഷ്ടാവും സൃഷ്ടികളും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴവും അർത്ഥവും നിർണയിക്കുന്നത് ഇബാദത്തുകളിലൂടെയാണ്. നമ്മൾ ഇബാദത്തിൽ എത്ര സൂക്ഷ്മത കാണിക്കുന്നു, എത്രമാത്രം വൃത്തി കാണിക്കുന്നു, ജാഗ്രത കാണിക്കുന്നു, ഇഖ്ലാസ് കാണിക്കുന്നു എന്നതിനനുസരിച്ചാണ് ഞാനും എൻ്റെ റബ്ബും തമ്മിലുള്ള ആ ബന്ധത്തിന്റെ ആഴവും അതിന്റെ അർത്ഥവും കണക്കാക്കുന്നത്. അതോടൊപ്പം അള്ളാഹുവിന്റെ പ്രീതി നേടണമെങ്കിൽ അള്ളാഹുവിന്റെ പ്രീതി നേടുന്നതിന് സഹജീവികളോടുള്ള സ്നേഹവും ദയാവായ്പും സ്നേഹമെന്ന വികാരത്തിന്റെ കൊടുക്കൽ വാങ്ങലുകളും ഒരു പ്രശ്നമായി മാറുന്നു. അതാണ് അതിനുള്ള നിദാനമായി മാറുന്നത്. ഞാൻ എൻ്റെ അമലുകളിലേക്ക് ചുരുങ്ങിപ്പോകുന്നത് വല്ലാത്ത കഷ്ടമാണ്. അങ്ങനെ ഒരു എന്താ പറയാ തെറ്റായ രീതിയിലേക്ക് ആളുകൾ നീങ്ങുന്നുണ്ട്. ഞാനും എൻ്റെ അമലുകളും പിന്നെ എൻ്റെ ഖബറും എൻ്റെ സ്വർഗവും എൻ്റെ നരകവും എന്ന് പറഞ്ഞുകൊണ്ട് അവനവരിശത്തിലേക്ക് ഇങ്ങനെ ഉൾവലിഞ്ഞു പോകുന്നതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചുകൂടാ. അങ്ങനെ തൃപ്തമായ രൂപത്തിൽ അള്ളാഹു കൽപ്പിച്ച അമലുകളൊക്കെ ചെയ്ത് ജീവിച്ചു മരിച്ചു പോയാൽ സ്വർഗം കിട്ടൂലേ എന്ന് മറുചോദ്യത്തിന് കിട്ടും എന്ന് തന്നെയാണ് ഉത്തരം. പക്ഷേ അങ്ങനെ മാത്രം ജീവിച്ചു പോവാനല്ല അള്ളാഹു എന്നെയും നിങ്ങളെയും പടച്ചിട്ടുള്ളത് എന്നത് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യന് അങ്ങനെയുള്ള ഏറ്റവും കൂടുതൽ പരസഹായം ആവശ്യമുള്ള ഒരു പ്രശ്നത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അത് രോഗം തളർത്തിക്കളയുകയും കിടന്നു പോവുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിലാണ്. രോഗശയ്യയിലായി പോയവർ എന്നാണ് അതിന്റെ പ്രയോഗമല്ലോ. രോഗം തളർത്തിക്കളയുകയും വീട്ടിൽ കിടത്തിപ്പോവുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകളുടെ മനസ്സ് നമ്മൾ, സുഹൃത്തുക്കൾ, വേണ്ടപ്പെട്ടവർ, കുടുംബക്കാർ, നമ്മൾ ബഹുമാനിക്കുന്നവർ, നമ്മൾ കീഴിൽ ജീവിക്കുന്നവർ, എല്ലാ തുറകളിലും പെട്ട ആളുകൾ ഒന്ന് വന്നെങ്കിൽ, ഒന്ന് കണ്ടെങ്കിൽ, ഒന്ന് സന്ദർശിച്ചെങ്കിൽ എന്ന വല്ലാത്തൊരു മനസ്സിലെ ആഗ്രഹവുമായിട്ടാണ് ആ രോഗശൈലിയിൽ കിടക്കുന്നത് എന്നറിയാത്തവരാരുമില്ല. അവിടെ നമ്മൾ പോവാതിരിക്കുന്നതിന്റെ ഗൗരവം അറിയണമെങ്കിൽ പടച്ചതമ്പുരാൻ വിചാരണ വേളയിൽ ചോദിക്കുന്ന ഒരു ചോദ്യം ഹദീസിലുണ്ടല്ലോ, ഞാൻ രോഗിയായപ്പം നീ എന്നെ വന്ന് കണ്ടില്ല. തമ്പുരാനെ, ലോകരക്ഷിതാവായ നീ രോഗിയാവുകയോ എന്ന ചോദ്യത്തിന് മറുപടി നമ്മോട് ചോദിക്കും, ഇന്ന സ്ഥലത്ത് ഇന്നയാൾ രോഗിയായി കിടന്നത് നീ അറിഞ്ഞിരുന്നു, പക്ഷേ നീ അവിടെ ചെന്നില്ല എന്ന്. അതാണ് അതിന്റെ ഗൗരവം നമ്മൾ കാണേണ്ടത്. മനുഷ്യനും തമ്മിലുള്ള മനസ്സും തമ്മിലുള്ള ഹൃദയ ബന്ധങ്ങൾ, മാനുഷിക ബന്ധങ്ങൾ അരക്കിട്ടുറപ്പിക്കാൻ ഇത്തരത്തിലുള്ള സന്ദർശനങ്ങളുടെ പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടതാണ്. സ്നേഹം എന്ന വികാരത്തിന്റെ കൊടുക്കൽ വാങ്ങലുകളിലൂടെ മാത്രമാണ് മനുഷ്യന്റെ മനസ്സുകൾ അടുക്കുക. അല്ലാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മറ്റുള്ളവർക്ക് മാർക്കിടാൻ വേണ്ടിയല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചത്. നമ്മൾ ഖുലാത്തുകളല്ല, നമ്മൾ ഹുദാത്തുകളാണ്. ഹിദായത്തിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ വേണ്ടി നമ്മൾ ദുആത്തുകളാണ്, ദായികളാണ്. മറ്റുള്ള ആളുകളെ ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് പതുക്കെ ആകർഷിക്കാൻ ആവശ്യമായ ഇസ്ലാമിന്റെ മഹാസികൾ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്തുകൊണ്ട് ജീവിച്ചു പോകാനാണ് ഞാനും നിങ്ങളും നിയോഗിക്കപ്പെട്ടത്. അല്ലാതെ മറ്റുള്ളവർക്ക് അവൻ ഇന്നയാളാണ്, അവരൊന്നും സ്വർഗത്തിൽ പോകാൻ നിവൃത്തിയില്ലാത്തവരാണ്, യോഗ്യതയില്ലാത്തവരാണ് എന്ന് പറഞ്ഞ് അകറ്റാനല്ല എന്ന് അതിനിടയിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തരത്തിലുള്ള സംഗതികൾ അല്ലാഹു ഹഖ്ഖുൽ മുസ്ലിം അലൽ മുസ്ലിമി ഖംസുൻ സിത്തുൻ രണ്ട് രൂപത്തിലുമുണ്ട്. ഈ കടമകൾ പറഞ്ഞ കൂട്ടത്തിൽ കൃത്യമായി കട്ടിയായി പറഞ്ഞൊരു സംഭവം ഇയാദത്തുൽ മരീദ് എന്നാണ്, രോഗിയെ സന്ദർശിക്കൽ എന്ന്. ഇയാദത്ത് നമുക്ക് ഒന്നുകൂടി ചർച്ച ചെയ്യാം. ഈ രോഗിയെ സന്ദർശിക്കുക എന്നത് മുസൽമാന്റെ ബാധ്യതകളിൽ ഹഖ്ഖുൽ മുസ്ലിം അലൽ മുസ്ലിം എന്നിടത്ത് വലിയ ബാധ്യതയായി എണ്ണുകയാണ്. ഈ ഒരവസ്ഥയിൽ അള്ളാഹുവിന്റെ കിതാബ് പഠിപ്പിച്ചു തന്ന, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്ന, അള്ളാഹുവിന്റെ പ്രവാചകൻ വിശദീകരിച്ചു തന്ന ഈ മതത്തിൽ വളരെയേറെ വലിയ പുണ്യമാണ് ഈ വിഷയത്തിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്.
രോഗമായി കിടക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മുടെ ബന്ധുക്കളുണ്ട്, ബന്ധുക്കളല്ലാത്തവരുണ്ട്, ധനാഢ്യരായ ആളുകളുണ്ട്, പാവങ്ങളുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്, സാധാരണ ജീവനക്കാരും കൂലിപ്പണിക്കാരുമുണ്ട്. അങ്ങനെയുള്ള നാനാതുറകളിലും പല ജാതിയിലും മതത്തിലും പെട്ട ആളുകളുമുണ്ട്. അവർക്കൊക്കെയും ഇപ്പറയുന്ന നിയമങ്ങൾ ബാധകമാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ ഒരു രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇദാ അത്തറജുൽ അഖാഹു യഉദുഹു മശാഫി ഖിറാഫത്തിൽ ജന്ന ഹത്താ യജ്ലിസ് ഹത്താ യഊദു എന്നൽ മറ്റിടത്ത് ആ പ്രക്രിയ പൂർത്തിയാക്കി വീട്ടിൽ തിരിച്ചെത്തുന്നത് വരെ എന്നാകും അർത്ഥം. സ്വർഗീയമായ ആനന്ദത്തിലും അനുഭൂതിയിലുമായിരിക്കും അയാൾ ഉണ്ടാവുക. സ്വർഗത്തിലെത്താൻ ആവശ്യമായ വലിയ പുണ്യകർമ്മമായി അതിനെ കാണുന്നു. രാവിലെയാണ് പോകുന്നതെങ്കിൽ വൈകുന്നേരം വരെ 70,000 മലക്കുകൾ ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. വൈകുന്നേരമാണ് ആ യാത്രയെങ്കിൽ പുലരുവോളം ഈ 70,000 മലക്കുകൾ ഈ സന്ദർശിച്ച ആൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും എന്നാണ്. എന്നിങ്ങനെ ആകാശലോകത്തുനിന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. നീ ഒരു ഉന്നതമായ സ്ഥാനം സ്വർഗത്തിൽ കരസ്ഥമാക്കി എന്ന് നമ്മളോട് ആകാശ ലോകത്തു നിന്ന് ആളുകൾ ഇങ്ങനെ മലായിക്കത്ത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവിടെ ചെല്ലുന്നത് അയാളെ വേദനിപ്പിക്കുവാനോ അയാളുടെ മനസ്സിൽ 100 ആശങ്കകൾ ഉണ്ടാക്കുവാനോ ഭാവിയിൽ അയാളുടെ മക്കൾ അനുഭവിക്കാൻ പോകുന്ന ദുർഗതിയെ കുറിച്ച് വാചാലമാകാനോ ഒന്നും ആകരുത്. വിഷമിപ്പിക്കാനാവരുതൊരിക്കലും. പ്രാർത്ഥിക്കുവാനും ആശ്വസിപ്പിക്കാൻ അറിയാത്തവർ ഈ വേല ചെയ്യേണ്ടതില്ല എന്ന് പറയേണ്ടി വരും. ആശ്വാസമാണ്, സന്തോഷമാണ്, ഒരു സമാധാനമാണ് അതുകൊണ്ട് തീർച്ചയായും ഉണ്ടാവേണ്ടത്. അല്ലാത്ത പോകലുകളും ഉണ്ടാവാറുണ്ട്, അല്ലാത്ത ചെന്ന് കാണലുകളും ഉണ്ടാവാറുണ്ട്. എന്നിട്ട് ചിലർ വന്നുപോയതിന്റെ പേരിൽ പിന്നെ ദിവസങ്ങളോളം രോഗം മൂർച്ഛിക്കുന്ന അവസ്ഥയും ഉണ്ടാകാറുണ്ട്. അതുണ്ടാവാൻ ഇടവരുത്തരുത്. എന്ന് ഒരു വിശ്വാസിയായ മനുഷ്യൻ രോഗമായി കിടക്കുന്ന ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ രോഗം അള്ളാഹു ശിഫയാക്കി കൊടുക്കും. മരണം ആ രോഗത്തിൽ അള്ളാഹു വിധിച്ചിട്ടില്ലെങ്കിൽ എന്ന് കൃത്യമായി ഹദീസുകൾ കാണുന്നു. മഹാത്ഭുതങ്ങൾ സംഭവിക്കുന്ന എത്ര രോഗികളുണ്ട്. വൈദ്യശാസ്ത്രം എഴുതി തള്ളിയിട്ട് ഇനി ഒരു രക്ഷയുമില്ല എന്ന് തീർത്തു പറഞ്ഞതിന് ശേഷം സുന്ദരമായി നമുക്കിടയിൽ ഇപ്പോഴും ജീവിക്കുന്ന എത്ര ആളുകളുണ്ട്. എന്താണ് എന്ത് അത്ഭുതമാണ്, മിറാക്കിളാണ് അവിടെ സംഭവിച്ചത് എന്ന് വൈദ്യശാസ്ത്രം തലകുത്തി പറഞ്ഞ് അന്വേഷിക്കാറുണ്ട്. സംഭവിച്ചത് വിശ്വാസികളായ ആളുകൾ അവരുടെ രക്ഷിതാവിനോട് പറഞ്ഞു, എന്റെ സഹോദരനോ എന്റെ സഹോദരിക്ക്, എന്റെ ഉമ്മാക്ക്, എന്റെ ഉപ്പാക്ക്, എന്റെ ഗുരുനാഥന്, എന്റെ അയൽവാസിക്ക്, അങ്ങനെ നീണ്ട പട്ടികയിൽ ഏതെങ്കിലും ഒരു പദമെടുത്തിട്ട് നീ ശിഫ നൽകണമേ തമ്പുരാനെ. ആ ശുപാർശ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു എന്നതാണ്. പ്രവാചക തിരുമേനി ഈ ഒരു പുണ്യകർമ്മം ജീവിതത്തിൽ കാണിച്ചു തന്നിട്ടുണ്ട്. പല സഹാബികളും രോഗമായി കടന്നുപോയവരുണ്ട്. ആ കൂട്ടത്തിൽ സഅദ് ബിൻ അബീ വഖാസ് ഉണ്ട്, സെയ്ദ് ബിൻ അർഖമുണ്ട്, ജാബിർ ബിൻ അബ്ദുള്ളയുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആളുകളെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് കണ്ടിരുന്നു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പട്ടികയിൽ മുസ്ലിമീങ്ങൾ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത് എന്നുകൂടി ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ വളരെ പ്രസിദ്ധമാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവം. ജൂതനായ ഒരു ബാലൻ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഭൃത്യൻ എന്നോണം പ്രവർത്തിച്ചിരുന്ന ഒരു പാവപ്പെട്ട ഒരു ജൂതന്റെ മകൻ രോഗിയായി കിടക്കുന്നു. പ്രവാചക തിരുമേനി ചെന്ന് ആ കുട്ടിയുടെ രോഗമായി കിടക്കുന്ന കട്ടിലിനരികെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു, അസ്ലിം, മോനെ, ഇസ്ലാം മതം സ്വീകരിക്കണം, മുസ്ലിം ആവണം, അഥവാ ദൈവത്തിന് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് നീ ജീവിക്കണം. പിതാവിന്റെ മുഖത്തേക്ക് ആ കുട്ടി നോക്കിയപ്പോ പിതാവ് അനുകൂലമായി പ്രതിഫലിച്ചു. അതിങ്ങനെയാണ്, അബുൽ ഖാസിമിനെ അനുസരിക്കൂ മോനെ. അദ്ദേഹത്തിന്റെ മനസ്സും ഈ പ്രവാചകന്റെ ഈ സന്ദർശനവും പ്രവാചകന്റെ അധ്യാപനങ്ങളോടുമുള്ള ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് മാറിയിരുന്നു. ചിലപ്പോ ഒരൊറ്റ സന്ദർശനം മതിയതിന്ന്, ചിലപ്പോ ഒരൊറ്റ വാക്ക് മതിയതിന്ന്, ചിലപ്പോ ഒരൊറ്റ സമാശ്വസിപ്പിക്കൽ മതി അതിന്. നമ്മൾ മറന്നുപോകുന്ന വലിയ സംഗതികളാണത്.
അത്തിർ അബുൽ ഖാസിം, ആ കുട്ടി ഇസ്ലാം ഉൾക്കൊണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പോരുമ്പോൾ പറയുന്നു, അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു മിനന്നാർ, നരകാഗ്നിയിൽ നിന്ന് ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയ അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. ഇത് നമ്മളൊക്കെ ചെയ്യേണ്ട ഒരു ഡ്യൂട്ടിയാണ്, അത് ചെയ്തേ പറ്റൂ. അതുപോലെ പ്രവാചകന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് കുടവിരിച്ചു കൊടുത്തിരിക്കുന്ന, തണലിട്ട് കൊടുത്തിരിക്കുന്ന അബൂ താലിബ് മുസ്ലിം ആയിരുന്നില്ലല്ലോ. അദ്ദേഹം സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞില്ല. മരണക്കിടക്കക്ക് മുമ്പിൽ കാൽമുട്ടിലിരുന്നു കൊണ്ട് ഈ പുത്രൻ ആവശ്യപ്പെട്ടു, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ അമ്മി, അമ്മി നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കണം. കലിമത്തൻ ഉഹാജ്ജു ബിക ബിഹാ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ പക്കൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി വാദിക്കാനാണത്. നിങ്ങൾ മുസ്ലിമായി മരിച്ചു പോകണം. സ്വർഗം എന്റെ പിതൃദിനം ലഭിക്കാൻ വേണ്ടിയുള്ള അടങ്ങാത്ത ആഗ്രഹമാണ് മുത്തപ്പ ഈ മോൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് എന്ന്. ഈ ഒരു മനസ്സ് ക്രിയേറ്റ് ചെയ്യാൻ വിശ്വാസികൾക്കാവണം. ഇതിന് കുറെ അദബുകളൊക്കെ അള്ളാഹുവിന്റെ മതം പഠിപ്പിക്കുന്നുണ്ട്. രോഗമായി എന്ന് കേട്ടാൽ പ്രവാചകൻ വേഗത്തിൽ പോയിരുന്നു. അടുത്ത ആഴ്ച പോവാം, പിന്നത്താഴ്ച പോവാം എന്ന് പറഞ്ഞ് നീട്ടിവെക്കാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു. അയാളുടെ ആവശ്യങ്ങളെക്കുറിച്ച്, ആഗ്രഹങ്ങളെക്കുറിച്ചുള്ള ലിസ്റ്റ് പ്രവാചക തിരുമേനി അദ്ദേഹത്തോട് പറയിപ്പിച്ചിരുന്നു. ആഗ്രഹങ്ങൾ ഉണ്ടാകും, അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടാകും. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഷിഫാഇന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അദ്ഹബിൽ ബഅസ് റബ്ബന്നാസ് വശ്ഫി അൻത ഷാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ശിഫാഅൻ ലാ യുഅദിറു സഖമ എന്നിടത്ത് അവസാനിക്കുന്ന നമ്മൾക്ക് സ്ഥിരം പറയുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, ആ പ്രാർത്ഥന പ്രവാചകൻ പ്രാർത്ഥിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ദുആ ഇരുന്നിരുന്നു. അതുപോലെ മുസ്ലിമീങ്ങളല്ലാത്ത ആളുകളാണെങ്കിൽ ഈ ഒരു ഏർപ്പാട് കൂടി ചെയ്തിരുന്നു. ഇസ്ലാം മതം സ്വീകരിക്കാൻ തയ്യാറാവണം എന്നൊരു അഭ്യർത്ഥനയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു പുണ്യകർമ്മത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും ഇപ്പോ ഇത്തരം സംഗതികളൊക്കെ മറന്നുപോകുന്നു. ആശുപത്രിയിലാണെങ്കിൽ ചെന്ന് കാണാൻ താല്പര്യം കാണിക്കുന്ന ആളുകൾ വീട്ടിൽ കിടപ്പിലായി പോയാൽ അവിടെ എത്തുന്നില്ല എന്നതൊരു നേരാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രോഗികളെടുത്ത് ചെല്ലുമ്പം കൃത്യമായി പറഞ്ഞു കൊടുക്കേണ്ട ഒരു സംഗതി ഇതൊരു പരീക്ഷണമാണ് എന്നതാണ്. ഈ പരീക്ഷണത്തിൽ ക്ഷമിച്ചാലുള്ള കൂലിയെ കുറിച്ചാണ് അവിടെ വാചാലമാകേണ്ടത്. അല്ല ഇതേ രോഗം ബാധിച്ച എന്റെ ഇന്നാലിന്റെ സുഹൃത്ത് മറ്റവൻ പെട്ടെന്ന് മരണപ്പെട്ടു പോയി എന്നുള്ള നീണ്ട ലിസ്റ്റായിരിക്കും അവിടെ പ്രസിദ്ധീകരിക്കുക പലരും. അതല്ല ചെയ്യേണ്ടത്. വിശ്വാസിയായ ആളുകളെ സംബന്ധിച്ച് വിശ്വാസം എന്ന് പറയുന്ന ഒരു സാധനത്തെ പുതുക്കിപ്പണിയാൻ നമ്മുടെ സന്ദർശനം ഹേതുവാകണം. എന്നിട്ട് അയാൾ അള്ളാഹുവുമായിട്ടുള്ള ബന്ധം സുദൃഢമാക്കണം. അയാളുടെ പ്രശ്നങ്ങളും ഒക്കെ അതുവഴി പരിഹരിക്കാവുന്ന ഒരവസ്ഥയുണ്ടാവണം. സബർ, ക്ഷമ എന്ന് പറയുന്ന വികാരത്തെ നമ്മൾ എന്ത് പറയണം, വല്ലാതെ ഇളക്കിക്കൊണ്ടുവരണം. കൂലിയെ കുറിച്ചുള്ള വല്ലാത്തൊരാഗ്രഹം അയാളുടെ മനസ്സിൽ ഉണ്ടാവണം. ദുനിയാവിൽ രോഗം മൂലം ഇങ്ങനെ പരീക്ഷിക്കും അല്ലാഹു. പിന്നീട് ഒരു തെറ്റും ചെയ്യാത്ത ആളായി പരലോകത്തേക്ക് തിരിച്ചു കൊണ്ടുപോവാൻ എന്നർത്ഥം വരുന്ന ഹദീസ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. പനി പിടിച്ച ഒരുമ്മ അതിനെ പഴിച്ചപ്പോ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസുബ്ബി അൽ ഉമ്മ ഫഇന്നഹാ തുദ്ഹിബു ഖതായ ബനി ആദം കമാ യുദ്ഹിബുൽ കീർ ഖബസൽ ഹദീദ്. നമ്മൾ ഈ ഇരുമ്പിന് തുരുമ്പ് പിടിക്കുമ്പോ അതില്ലാതെയാക്കാൻ ഇങ്ങനെ എണ്ണയൊക്കെ ഇട്ട് കൊടുത്ത് ശരിയാക്കൂല. അപ്പൊ അതിങ്ങനെ ആ തുരുമ്പൊക്കെ ഇല്ലാതെയായി പോകും പോലെ നിങ്ങളുടെ ശരീരത്തിന് ബാധിക്കുന്ന പനി മൂലം നിങ്ങളുടെ രോഗങ്ങളൊക്കെ ഇല്ലാതെയായി പോകുന്നു, തേഞ്ഞ് മാഞ്ഞില്ലാതെയായി പോകുന്നു. അള്ളാഹു പുറത്ത് ഇല്ലാതെയാക്കി തരുന്നു എന്ന് നമ്മൾ അവർക്ക് ബോധം നൽകണം. മായുസീബുൽ മുസ്ലിം മിൻ വസബിൻ വലാ നസബിൻ വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ ഹത്ത ശൗകത യുശാഖുഹാ ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാഹു എന്ന ഹദീസ് ഉൾപ്പുളകത്തോടുകൂടി മനസ്സിൽ വെക്കേണ്ടവരാണ് വിശ്വാസികൾ.
നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്ന വേദനകൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ, മനക്ലേശങ്ങൾ, രോഗങ്ങൾ, എന്തിനേറെ പറയണം, നിങ്ങളുടെ കാലിൽ തറക്കുന്ന ഒരു മുള്ള് തറക്കുമുണ്ടാകുന്ന വേദനയുണ്ടല്ലോ, അതുപോലും ഉണ്ടാവുകയില്ല നിങ്ങൾക്ക്. ഇല്ല കഫറല്ലാഹു ബിഹാ മിൻ ഖതായാഹു. അതുവഴി ഒരു പാപം പുറത്തു തന്നിട്ടല്ലാതെ അള്ളാഹു അതുവഴി പാപങ്ങൾ പുറത്തു നൽകുന്നു എന്നൊരവസ്ഥ രോഗം വന്ന ആളുകളോട് കൃത്യമായി ഇപ്പോഴും പറഞ്ഞു കൊടുക്കേണ്ട ഗതികേട് മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടാവുകയാണ്. തദാവൂ, നിങ്ങൾ ചികിത്സിക്കണം. രോഗമായാൽ ചികിത്സിക്കണം. രോഗമായാൽ പോവേണ്ടത് ഏതെങ്കിലുമൊക്കെ ഉപ്പാപ്പമാരുടെ വീടുകളിലേക്കല്ല, അല്ലെങ്കിൽ അജ്ജുമ്മമാരുടെ വീടുകളിലേക്കല്ല, ബീവിയുമ്മമാരുടെ വീടുകളിലേക്കല്ല, ജിന്നുമ്മമാരുടെ അടുത്തേക്കല്ല. നിങ്ങൾ ഹോസ്പിറ്റലിലേക്കാണ് പോവേണ്ടത്. ഒരൊറ്റ രോഗത്തിന് മാത്രമേ മരുന്ന് നിശ്ചയിക്കാത്തതുള്ളൂ, അത് വാർദ്ധക്യമാണ്. അല്ലാത്ത നിങ്ങളുടെ ഏത് രോഗത്തിനും അള്ളാഹു മരുന്നുണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ അത് അന്വേഷിക്കണം, കണ്ടെത്തണം, അതുകൊണ്ട് ചികിത്സിക്കണം എന്ന ഒരവസ്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ രോഗം കാണാൻ പോയപ്പോ പറഞ്ഞു കൊടുത്തു. അനന്തരാവകാശികളായ ആളുകൾക്കുള്ള അവകാശങ്ങളെ കുറിച്ച്, സ്വത്ത് എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണം എന്നതിനെ കുറിച്ച്, മൂന്നിൽ ഒന്ന് എന്തായാലും നിങ്ങൾ എങ്ങനെ ധർമ്മം ചെയ്താലും അതിൽ കൂടാൻ പാടില്ല എന്നതിനെ കുറിച്ച്, അങ്ങനെയൊക്കെയുള്ള കുറെ നിയമങ്ങൾ, അതുപോലെ തന്നെ ഈ പേടിയും അള്ളാഹുവെ കുറിച്ചുള്ള ഭയവും അള്ളാഹുവിന്റെ സ്വർഗത്തെ കുറിച്ചുള്ള പ്രതീക്ഷയും ഒക്കെ മനസ്സിലിട്ട് കൊടുക്കാവുന്ന രൂപത്തിൽ പ്രവാചകൻ സംസാരിച്ചിരുന്നു. ഇങ്ങനെയുള്ള കുറെ സംഗതികളൊക്കെ നമുക്കുണ്ടാവണം. ഈ വിഷയം ഇങ്ങനെ വായിക്കുന്ന കൂട്ടത്തിൽ ഒരു വായിച്ചു പോയൊരു സംഭവം നിങ്ങളുടെ മുമ്പിൽ വെക്കട്ടെ. മൊറോക്കോയിൽ ഒരു സ്ത്രീ കിടപ്പിലായി. ഈ പറയുന്ന പരിചരണ ആവശ്യമുള്ള രൂപത്തിൽ കടന്നുപോയി. അങ്ങോട്ട് ആ പെണ്ണ് മുസ്ലിം അല്ല. അവിടേക്ക് ഒരു മുസ്ലിം ആയ ഒരു സുഹൃത്ത് കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് അവിടെ ചെന്നിട്ട് പറഞ്ഞു, എന്റെ മതത്തിൽ ഒരു വേദഗ്രന്ഥമുണ്ട്, ഇസ്ലാമിൽ വിശുദ്ധ ഖുർആൻ. ഞാൻ ആ ഗ്രന്ഥം ഒന്ന് താങ്കളുടെ മുമ്പിൽ പാരായണം ചെയ്തു തരട്ടെയോ? ഇതിൽ നിന്നൊരു പാഠം നമ്മൾ ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് ഞാൻ ഈ കഥ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. കഥയെല്ലാം സംഭവിച്ചതാണ്. ആ സ്ത്രീ പറഞ്ഞു, അതവിടെ നിൽക്കട്ടെ, എനിക്കിപ്പോ ആവശ്യം കുറച്ച് വെള്ളമാണ് കുടിക്കാൻ. ആ സ്ത്രീയെ തയ്യാറാക്കി കൊടുത്തു. ഞാനത് ചെയ്യട്ടെയോ? വീണ്ടും നോ, എനിക്കിപ്പോ വേണ്ടത് ഇനി ഭക്ഷണമാണ്. വീട്ടിൽ പോയി ആ ഭക്ഷണമൊക്കെ തയ്യാറാക്കി കൊണ്ടുവന്ന് കൊടുത്തതിന് ശേഷം ഇരിയാവാം. അങ്ങനെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ, അത്തരത്തിലുള്ള സംഗതികളിലൂടെ കേട്ട് ആ സ്ത്രീ ഇസ്ലാം പുൽകിയതിന് ശേഷമാണ് മരണപ്പെട്ടത്. ഇവിടെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു പാഠമുണ്ട്. കുഞ്ഞനമ്പ്യാർ നമ്മോട് പറയുന്ന പോലെ, ആപത്ത് വന്നടുത്തിയിടുന്ന നേരത്ത് ശോഭിക്കയില്ലടോ സജ്ജനഭാഷിതം എന്നൊരു പദം നമ്മോട് പറയുന്നുണ്ട്. തലേക്കെത്തുമ്പം മലയെക്കെത്തുന്നത് ശ്രദ്ധിക്കൂല എന്ന് നാടന്മാർ പറയാറുണ്ട്. പ്രശ്നങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും കഷ്ടപ്പാടുകളും കണ്ണീരുമുള്ള സമയത്ത് ഒരുപക്ഷെ നമ്മളുടെ ഈ വേദവാക്യത്തിന്റെ ചെവി തരാൻ അവർ തയ്യാറായി എന്ന് വരില്ല. നല്ല നല്ല വാക്കുകൾ കേൾക്കാനുള്ള കാതു തരാവുന്ന അവസ്ഥയുണ്ടാക്കണം എന്നാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെ വരുമ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സ് അവർ താഴ്ത്തി കൂട്ടിവെച്ച മനസ്സിന്റെ ഉള്ളറകളിലേക്ക് ഇസ്ലാമിന്റെ വെള്ളിവെളിച്ചം കടന്നു ചെല്ലാനുള്ള അവസരമായി അത് മാറും. അതുകൊണ്ടാണ് ഇത്തരം സംഗതികളൊക്കെയും അള്ളാഹുവിന്റെ മതത്തിൽ പുണ്യകർമ്മങ്ങളാക്കി വെച്ചത്. ഒരുപാട് മനുഷ്യപ്പറ്റുള്ള കർമ്മ അമലുകളിലൂടെ സ്വർഗത്തിന്റെ ഉന്നതമായ പദവികളിലെത്താനുള്ള ചാൻസ് വിശ്വാസികളുടെ മുമ്പിലുണ്ട്. അഫ്ആൽ മുതഅദ്ദിയ, അഫ്ആൽ ലാസിമ എന്നീ രണ്ടൈറ്റം അമലുകൾ നമ്മൾ ചെയ്യുന്നു. മുതഅദ്ദിയതായിട്ടുള്ള അഥവാ നമ്മൾ ചെയ്യുന്ന അമലുകൾ കൊണ്ട് മറ്റുള്ളവന്റെ മനസ്സിൽ ആശ്വാസമോ സന്തോഷമോ പകരുന്ന അത്തരത്തിലുള്ള അമലുകൾക്കാണ് ഏറെ പുണ്യം അള്ളാഹുവിന്റെ മതത്തിലുള്ളത് എന്ന് നമ്മൾ പഠിച്ച് അറിയേണ്ടതുണ്ട്. അങ്ങനെ ഇത്തരം സംഗതികളൊക്കെ ജീവിതത്തിൽ നന്നായി അനുഷ്ഠിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അൻബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് അയ്യുഹൽ ഇഖ്വാ വൽ അഖ്വാത്ത് ഉസീകും വഇയ്യായ സാനിയൻ ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹു ഏൽപ്പിച്ച ബാധ്യതകൾ നിറവേറ്റി നല്ല വിശ്വാസികളായി ജീവിച്ചു വയ്ക്കാൻ ശ്രമിക്കണം എന്നെന്നെയും നിങ്ങളെയും ഒന്നുകൂടി ഞാൻ ഉണർത്തുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ച രോഗസന്ദർശനത്തിന്റെ പദം ശ്രദ്ധിക്കുക. അയ്യാദത്ത് എന്നാണ്. സന്ദർശിക്കുക എന്നതിൻ്റെ അറബിയിൽ പറയുക സിയാറത്ത് എന്നാണ് എന്നറിയാവുന്നവരാണ് ഈ ഇരിക്കുന്നവരുടെ 80% ആളുകൾ. ഈ സിയാറത്തും അയ്യാദത്തും തമ്മിൽ എന്താ വ്യത്യാസം? ഇപ്പം പണ്ഡിതൻ പറഞ്ഞു പോലെ അന്ന സിയാറ ലി സഹീഹ് വൽ അയ്യാദ ലിൽ മരീദ്. ജീവനുള്ള രോഗമില്ലാതെ കിടക്കുന്ന ആരോഗ്യമുള്ള ആളുകളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ സിയാറത്ത് എന്ന് ഉപയോഗിച്ചോ. സിയാറത്ത്, ഞാൻ എൻ്റെ സുഹൃത്തിനെ സന്ദർശിച്ചു. സുഹൃത്തു, കിടന്നുപോയ ആളുകളെ, രോഗികളെ. അവിടെ വയ്യാദത്ത് എന്ന പദമാണ് ഇസ്ലാം പ്രയോഗിക്കുന്നത്. ആദ എന്നതിൽ നിന്നാണ് അത് വന്നത്. എന്ന് പറഞ്ഞ റജ, വീണ്ടും 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 റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു സംഗതിയാണത്. ഞാൻ പോയിരുന്നു, നീ പോയി കണ്ടു, പോയിരുന്നു. അതിൽ നിർത്താൻ പറ്റാത്തൊരിടപാടായതുകൊണ്ട് റിയാദത്ത് എന്ന് പറഞ്ഞു. അറബിയിൽ ക്ലിനിക്കിന് പറയുന്ന പേരാണ് റിയാദത്ത്. റിയാദത്ത്, ക്ലിനിക്ക്. അത് ആവശ്യം തീരുന്നവരെ നമ്മൾ ആ ക്ലിനിക്കിൽ വീണ്ടും വീണ്ടും സന്ദർശകരായി ചെല്ലുന്നത് കൊണ്ടാണ് ആ പദം ക്ലിനിക്കിന് ഉപയോഗിക്കുന്നത്. കിടന്നുപോയ ഒരു രോഗിയുടെ വീട്ടിൽ സന്ദർശകരായ ആളുകൾ വീണ്ടും 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 പോകണം. സാന്ത്വന പരിചരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരാഴ്ചയാണിത്. ജനുവരി 15 പാലിയേറ്റീവ് ഡേ ആയി ആചരിക്കുന്നു. എന്താണ് ഈ വാക്കിനർത്ഥം? പാലിയം എന്ന വാക്കിൽ നിന്നാണ് പാലിയേറ്റീവ് എന്ന പദമുണ്ടായത് എന്ന് വിവരമുള്ളവർ പറയുന്നു. ആവരണം, പുതപ്പ് എന്നൊക്കെയാണ് അതിനർത്ഥം. രോഗം മാറ്റിയെടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാകും ചിലരിൽ. അങ്ങനെയുള്ള ആളുകളിൽ രോഗിയെ രോഗപീഠകളിൽ നിന്നും, വേദനകളിൽ നിന്നും, വിഷമങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ് സംരക്ഷിക്കുക എന്ന അർത്ഥത്തിലാണ്. ആരാണ് ഈ പൊതിയുന്നത്? എന്തുകൊണ്ടാണ് ഈ പൊതിയുന്നത്? നമ്മളാണ് ഈ പൊതിയേണ്ടത്. എന്തുകൊണ്ട്? നമ്മുടെ സ്നേഹവും കാരുണ്യവും അടുപ്പവും ലാളനയും എല്ലാം കൊണ്ട് അവരെ ഇങ്ങനെ അത് എന്താ പറയാ, ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതാണ് പാലിയേറ്റീവ് കെയർ. ഇത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടങ്ങിയത് 1960കളിലാണ്. പക്ഷേ ഇന്ത്യയിലേക്ക് ഇത് വന്നത് മടിച്ചാണ്. അങ്ങനെ മടിച്ച് രാജ്യത്ത് വന്ന ഈ സാധനത്തെ ഏറ്റെടുക്കാൻ ആദ്യമുണ്ടായത് മലയാളികളാണ്. മലയാളികളുടെ കൂട്ടത്തിലെ മലബാറുകാരാണ്. മലബാറുകാരുടെ മെഡിക്കൽ കോളേജായ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് 1993 ഇത് ഈ പാലിയേറ്റീവ് എന്താ പറയാ, രോഗപരിചരണ സിസ്റ്റം വർക്കൗട്ട് ചെയ്യുന്നത്. പിന്നീട് അത് 1996 മഞ്ചേരിയിലേക്ക് അതിൻ്റെ ഒരു ഉപവകുപ്പുണ്ടാക്കി. 1996 തന്നെ അതിനുശേഷം ഈ ചെറിയ ക്ലിനിക്കുകൾ നിലമ്പൂരിലാണ് അത് ആദ്യം വന്നത്. ഇന്ന് നമ്മുടെ ജില്ലയിൽ ഈ പരിചരണത്തിന്റെ കവറേജ് ഇല്ലാത്ത ഏരിയകൾ വളരെ കുറവാണ്. മറ്റൊന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ. 1993 എത്രയോ വർഷം മുമ്പ്, 93 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വന്നതിന് ശേഷം ഈ ഒരു സിസ്റ്റത്തിന് ഇന്നൊരുപാട് ആളുകൾക്ക് ഈ സംഗതികളുണ്ട്. എല്ലാ മതവിഭാഗങ്ങൾക്കും, മതത്തിലെ അവാന്തര വിഭാഗങ്ങൾക്കും, രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഓരോരുത്തർക്കും ഇത്തരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. എന്നാൽ ഇതൊക്കെ ഉണ്ടായത് ഈ അടുത്ത കാലഘട്ടത്തിലാണ്. 93 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പതുക്കെ വന്നു. 96 മഞ്ചേരിയിൽ ചെറിയൊരു ക്ലിനിക്കിൽ അബ്ദുറഹ്മാൻ ഡോക്ടർ ഈ സംഭവം അങ്ങനെ ഉണ്ടായി കൊണ്ടുവന്നു. പിറ്റേ വർഷം കുറ്റിപ്പുറം നിളാതീരത്ത് മുജാഹിദ് സംസ്ഥാന സമ്മേളനം നടന്നു, 3ാമത്തെ. അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റായി ഈ മലയാളക്കരക്ക് സമ്മാനിച്ച ഒരു സാധനത്തിന്റെ പേരാണ് IMB എന്ന് പറയുന്ന സാധനം. ആ ഈ പറയുന്ന പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്ഥിരം സംവിധാനം
പക്ഷെ ഇത് പലപ്പോഴും അതിൻ്റെതായ രൂപത്തിലുള്ള വളർച്ച പ്രാപിച്ചിട്ടില്ല എന്നതിൽ ശരിയാണ്. സന്തോഷകരമായ ഒരു കാര്യം, നമ്മൾ ഈ മഹല്ലത്തിന്റെ നേതൃത്വത്തിൽ അത് വളരെ സുന്ദരമായ രൂപത്തിൽ ഇങ്ങനെ ക്ലച്ച് പിടിപ്പിച്ച് നന്നായി ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ സംഭവങ്ങളിലും ഇത് നമ്മുടെ ഒരു ബാധ്യതയാണ്. നാട്ടിലുണ്ടാകുന്ന മുഴുവൻ രോഗികളെയും വീട്ടിൽ ചെന്ന് ഇതേപോലെ പരിചരിക്കുവാൻ ഒരുപക്ഷെ എല്ലാവർക്കും സാധിക്കണമെന്നില്ല. പക്ഷെ ഈ സംവിധാനത്തിന്റെ ഭാഗമായി നിന്നുകൊടുത്താൽ, അതിന് പണം കൊടുത്തും വോളണ്ടറി വർക്കിലൂടെയും മറ്റും സഹായിച്ചാൽ, മാനസികമായൊരു പിന്തുണയെങ്കിലും നൽകിയാൽ അള്ളാഹുവിന്റെ വലിയ കൂലി കരസ്ഥമാക്കാൻ സാധിക്കും എന്നാണ് ചേർത്ത് പറയാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾക്ക് ഉത്സാഹത്തോടു കൂടി മുന്നിൽ നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കേന്ദ്ര പള്ളി ഫണ്ടിലേക്കാണ് ഇന്നത്തെ കലക്ഷൻ. ഓർമ്മപ്പെടുത്തുന്നു, അതിലെല്ലാവരും സംഭാവന അർപ്പിക്കണം. ഇന്ന് ISM വിജ്ഞാനവേദി സുഹൈർ മൗലവി മദ്രസയിൽ സംസാരിക്കുന്നുണ്ട്. ആ യോഗത്തിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ 1-2 ആളുകളെ കുറിച്ച്, ഒന്ന് അങ്ങമ്മൽ കുഞ്ഞി മുഹമ്മദ് കുട്ടി സാഹിബിന്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു സഹോദരിയും മരണപ്പെട്ടു പോയത് പ്രാർത്ഥിക്കണം എന്ന് എൻ്റെ ബന്ധുക്കൾ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സഹോദരനും സഹോദരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതത്തിൽ ഒന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകളും വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ നമുക്ക് വേണ്ടപ്പെട്ട മറ്റുള്ളവരെയും നമ്മയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം മൂലം പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ. അവരോടുള്ള നേരത്തെ കേട്ട പോലെയുള്ള ബാധ്യത നിർവഹിക്കുന്നതോടൊപ്പം അവർക്ക് വേണ്ടി നിരന്തരം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. സർവശക്തനായ തമ്പുരാനെ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള രോഗികളുടെ മുഴുവൻ രോഗങ്ങളും നീ പൂർണ്ണമായി ശിഫയാക്കി കൊടുക്കണമേ തമ്പുരാനെ. അതുമൂലമുള്ള കഷ്ടപ്പാടുകളിൽ നിന്ന് അവരെ നീ രക്ഷപ്പെടുത്തണമേ തമ്പുരാനെ. കിടപ്പിലായി പോകുന്ന രോഗങ്ങളെ തൊട്ട് നീ ഞങ്ങളെ എല്ലാവരെയും കാത്തു രക്ഷിക്കണമേ തമ്പുരാനെ. മാനസികമായി തീറ്റുന്ന ആളുകൾക്ക് നീ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കണമേ എന്നാണ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك